വയനാട് ദുരന്തത്തിന്റെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ഒരാണ്ടാണ് ഇന്ന്. ഈ ദിവസം തന്നെ രാജ്യം പുരോഗതിയുടെ പുതിയൊരു ചുവടുവെപ്പ് നടത്തുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്നതിൽ നിർണായകമാകുന്ന ഉപഗ്രഹം ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. ഇസ്രോയും നാസയും ചേർന്നുള്ള സംയുക്ത ഉപഗ്രഹ ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ഭ്രമണപഥത്തിലെത്തി. നമുക്ക് ഈ ഉപഗ്രഹത്തിനെ കുറിച്ച് വിശദമായി തന്നെ നോക്കാം. ഈ പറഞ്ഞതുപോലെ ആകാശത്ത് ഇന്ന് ചരിത്രമാണ്, പുതിയൊരു ചരിത്രമാണ് നമ്മൾ രചിച്ചിരിക്കുന്നത്. നാസയും ISROയും ചേർന്ന്, അതായത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പാച്ചർ റഡാർ, നിസാർ എന്നാണ് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി വിളിക്കാം. ഇതിന് 2500 കിലോ ഭാരമുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. നമ്മുടെ ഇസ്രോ, നമ്മുടെ അഭിമാനമായ ഇസ്രോ നിർമ്മിച്ചതിൽ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം കൂടിയാണ്. ഇതിന്റെ ചെലവെന്ന് പറയുന്നത് 13,000 കോടി രൂപയാണ്. ഈ 13,000 കോടി രൂപയിൽ ഈ ചെലവ് വീതം വെച്ചിരിക്കുകയാണ് ഇസ്രോയും നാസയും ചേർന്ന്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത 2 ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ റഡാർ ഉപഗ്രഹമാണിത്. ഇസ്രോയുടെ S ബാൻഡ് റഡാറും അതോടൊപ്പം തന്നെ നാസയുടെ L ബാൻഡ് റഡാറും ഇതിലുണ്ട്. നാസയുടെ റഡാർ, ഈ പറയുന്ന നാസയുടെ റഡാർ വലിപ്പമുള്ള വസ്തുക്കളെയും ഇസ്രോയുടെ റഡാർ വലിപ്പം കുറഞ്ഞ വസ്തുക്കളെയുമായിരിക്കും നിരീക്ഷിക്കുക. എന്തുകൊണ്ടാണ് ഇതിന്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, പകലോ രാത്രിയോ ഈ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയെ നിരീക്ഷിക്കാൻ ഉപഗ്രഹത്തിന് കഴിയും, സൂക്ഷ്മമായി പകർത്താനും കഴിയും. ഏറ്റവും പ്രധാനം, തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയനാട് ദുരന്തത്തിന്റെ ആ വേദനയിലാണ് നമ്മൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഭൂകമ്പം, സുനാമി, കാട്ടുതീ, ചുഴലിക്കാറ്റ്, മഞ്ഞുപാളികളുടെ ചലനം, വനത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാം നിസാറിന്റെ കണ്ണിൽ പെടും. ഇത് മാത്രമല്ല, കടലിലെ മാറ്റം, പുഴകളുടെ ഒഴുക്ക് എല്ലാം അറിയാൻ കഴിയും. അതായത് ഈ അപകടങ്ങൾ, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ അറിയാൻ കഴിയും. സ്വാഭാവികമായും നേരത്തെ അറിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയും, അതിന്റെ വ്യാപ്തിയും ആഘാതവും കുറയ്ക്കാൻ കഴിയും.